ഈ സംസ്ഥാനത്തിന്റെ മാറ്റത്തിന് വേണ്ടി, ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി, പുതുപ്പള്ളിയുടെ മാറ്റത്തിന് വേണ്ടി, പുതുപ്പള്ളിക്ക് വേണ്ടി അദ്ദേഹം തലപ്പാടി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. കോവിഡിന്റെ എല്ലാ ടെസ്റ്റും നടത്തിയത് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ലാബിലാണ്. എനിക്ക് സർക്കാരിനോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്ന് നടപ്പിലാക്കി തരണം. ഇപ്പൊ പക്ഷേ കഴിഞ്ഞ ദിവസം സിവിൽ സ്റ്റേഷൻ ആക്കിയതുപോലെ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ നമ്മുടെ സമ്മേളനം ആരംഭിക്കും. നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതുപ്പള്ളിയുടെ ഊർജ്ജസ്വലന MLA ശ്രീ ചാണ്ടിയുമ്മൻ അവരെ ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ശ്രീമതി റാണി വിനോദ്. യോഗാധ്യക്ഷൻ പുതുപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA ശ്രീ ചാണ്ടിയുമ്മൻ അവർകള് ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനും ബഹുമാന്യനുമായ പത്മഭൂഷൺ ജസ്റ്റിസ് KT തോമസ് സാറ്, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പുതുപ്പള്ളി പള്ളിയുടെ ബഹുമാന്യായ വികാരി ഫാദർ മാത്യു T. ജോണച്ച, ഈ സമ്മേളനത്തിലെ മുഖ്യ അതിഥികൾ ഏറെ ആദരണീയരായ ശ്രീ ബെന്നി ബെഹനാൻ MP, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ ശ്രീ ശിവദാസൻ നായർ XMLA, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി മറിയാമ്മൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, അധ്യാപകരെ, മാതാപിതാക്കള്, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, ജീവിതം പകത്ത് സഹജീവികൾക്ക് നൽകിക്കൊണ്ട് ലക്ഷോപലക്ഷം പേരുടെ ജീവശ്വാസവും അതുപോലെ തന്നെ ഹൃദയതാളവുമായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണമില്ലാത്ത ഓർമ്മകളുമായി അദ്ദേഹത്തിൻ്റെ 82ാം ജന്മദിന ആചരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും അദ്ദേഹത്തിൻ്റെ ജന്മദിനം സാന്ത്വന ദിനമായിട്ടാണ് പുതുപ്പള്ളി കോൺഗ്രസിന്റെ നിയോജക മണ്ഡല കമ്മിറ്റിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ആചരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം, ഇന്ന ദിവസം ഭാരതത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി വിരാജിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികവും പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ വാർഷിക ദിനവും ഇന്ന് രാജ്യം ആചരിക്കുകയാണ്. ആ മഹാത്മാക്കളുടെ സ്പന്ദിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ ജന്മദിനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടതിന് ശേഷമാണ് നമ്മൾ അത് ആചരിക്കുന്നതിനും സ്വാതന്ത്ര്യ ദിനമായി നടത്തുന്നതിനും തീരുമാനിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആചരിക്കുകയാണ്. ഇന്ന് അതിന്റെ ഭാഗമായി 20 വീടുകളുടെ സമർപ്പണവും അതോടൊപ്പം ഈ സമ്മേളനത്തിൽ വെച്ച് 1200ഓളം വിദ്യാർത്ഥികൾക്ക്
വിദ്യാഹസ്തം സ്കോളർഷിപ്പിൻ്റെ വിതരണവുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സമയം വൈകിയതുകൊണ്ട് ദീർഘമായ ആമുഖത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ പുതുപ്പള്ളിയുടെ ഊർജ്ജസ്വലനായ യുവ MLA ശ്രീ ചാണ്ടി ഉമ്മനാണ്. അദ്ദേഹമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ചെയർമാൻ. 53 വർഷമാണ് ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം 53 വർഷങ്ങൾ അതിന്റെ ഓർമ്മയായി 53 വീടുകളാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. 53 വീടുകളിലെ 12 വീടുകളുടെ താക്കോൽദാനം ജൂലൈ 18-ാം തീയതി ഉമ്മൻചാണ്ടി സാറിന്റെ ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസിന്റെ നേതാവ്, നമ്മുടെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ എത്തിച്ചേർന്ന് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ തുടർന്ന് 20 വീടുകളുടെ കൂടി താക്കോൽദാനമാണ് ഇവിടെ നടത്തുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടി സാറിന്റെ അതേ പാതയിൽ ശ്രീ ചാണ്ടി ഉമ്മനും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് കേവലം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമുള്ള പ്രവർത്തനമല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനം കൂടിയാണ്. അത് പൊതുപ്രവർത്തനം കൂടി മാത്രമല്ല, അത് സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. ഒരു പടി കൂടെ കടന്ന് അത് ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. ചാണ്ടി ഉമ്മനും സാറിന്റെ അതേ പാതയിൽ ആ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഒപ്പം ജനപ്രതിനിധിയായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങളും അതുപോലെ എല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ചെയ്തു വരുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ വളരെ സന്തോഷപൂർവ്വം പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നടത്തുന്ന, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിക്കെതിരെ ചെറുപ്പക്കാർക്ക് കായിക രംഗത്ത് നൽകുന്ന വലിയ പ്രോത്സാഹനം, അതൊന്ന് ഈ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ലഹരി മോചിതമായ ഒരു യുവത ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കായിക രംഗത്ത് ഒട്ടേറെ പദ്ധതികൾ പുതുപ്പള്ളിയിൽ അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. വളരെ മാതൃകാകരമായ പദ്ധതികൾ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീ ചാണ്ടി ഉമ്മനെ വളരെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമ്മേളനവും അതുപോലെ തന്നെ 20 വീടുകളുടെ താക്കോൽദാനവും നിർവഹിക്കുന്നത് അക്ഷരനഗരിയുടെ അതികായകൻ, നമുക്കറിയാം പത്മഭൂഷൺ ജസ്റ്റിസ് KT തോമസ് സാറാണ്. അദ്ദേഹം കൃത്യസമയത്തിന് മുമ്പ് തന്നെ ഈ സമ്മേളനത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തി. അത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിന് അദ്ദേഹവുമായി ഉണ്ടായിരുന്ന പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് കുടുംബവുമായും KT തോമസ് സാറിനുള്ള ബന്ധം ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിന്റെ സമാനമായ പ്രവർത്തനങ്ങൾ, ജനക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ഇരുവരുടെയും വലിയ സാമൂഹ്യ പ്രതിബദ്ധത അത് വെളിവാക്കുന്ന രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന അദ്ദേഹം വിരമിച്ചതിന് ശേഷം നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ, കേരള പോലീസ് പെർഫോമൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി കമ്മീഷൻ ചെയർമാൻ, അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ മുല്ലപ്പെരിയാർ കമ്മീഷന്റെ ചെയർമാൻ, അതുപോലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ സെലക്ഷൻ ആൻഡ് ഫീസ് ഫിക്സേഷൻ കമ്മീഷന്റെ ചെയർമാൻ, മറ്റ് തീരാത്ത സുപ്രീം കോടതിയിലെ നിരവധി അനവധി കേസുകളുടെ മീഡിയേഷൻ ഒക്കെ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിലൊന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം 1 രൂപ പോലും പ്രതിഫലം വാങ്ങിക്കുകയോ അതുപോലെ തന്നെ ഓഫീസ് ചെലവിന് പോലും നമ്മുടെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ കേരള ലോ റിഫോംസ് കമ്മീഷന്റെ ചെയർമാനാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയോടൊപ്പമാണ്, ബഹുമാന്യ തരണിമാടത്തോടൊപ്പമാണ് ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞാൻ ഇരുവരെയും കൃത്യമായിട്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താഴെ
ഇച്ചിരി ഒരു തിരക്ക് പോലെ തോന്നുന്നുണ്ട്. മേളത്തെ ആ ബാൽക്കണി ഒന്ന് തുറക്കുന്നുണ്ട്. ഇവിടെ തിരക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേളിലോട്ട് പോയി നിൽക്കാവുന്നതാണ്. താഴെ ഒരു ചെറിയൊരു ക്രൗഡ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് മേളത്തെ ബാൽക്കണി തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യം കുറവുണ്ടെങ്കിൽ മേളിലോട്ട് നിൽക്കാം. ഇവിടെ അനുസ്മരണ സമ്മേളനം നടത്തുന്നത് പുതുപ്പള്ളി പള്ളിയുടെ വികാരി ഫാദർ മാത്യു ടി ജോൺ അച്ഛനാണ്. ഞാൻ ഒരു ആമുഖവും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ കഴിഞ്ഞ ചരമവാർഷിക ദിനത്തിൽ രാഹുൽജി ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ, അതിനുവേണ്ടി എല്ലാ സഹായകരമായ അദ്ദേഹത്തിന്റെ വലിയ സംഘാടക മികവ്, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സഹകരണം ഒക്കെ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് മാത്യു ടി ജോൺ അച്ഛനെ ഞാൻ പ്രത്യേകം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു. ആൻഡ്രൂസ് ടി ജോൺ അച്ഛനെ ഞാൻ പ്രത്യേകം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യ അതിഥി പുതുപ്പള്ളിക്കാർക്ക് എല്ലാവർക്കും പ്രായവ്യത്യാസമില്ലാതെ ചേട്ടനായിട്ടുള്ള ബെന്നിച്ചേട്ടൻ, ശ്രീ ബെന്നി ബെഹനാൻ എം പി. നമുക്കറിയാം, ശ്രീ ബെന്നി ബെഹനാൻ എം പിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നതാണ്. കാരണം ഉമ്മൻചാണ്ടി സാറുമായി അദ്ദേഹത്തിനുള്ള വലിയ ബന്ധം, സാറിന്റെ വലിയ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ബെന്നിച്ചേട്ടന്റെ ഒരു സാന്നിധ്യമായിരുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. സാറിന്റെ അവസാന നാളുകളിലെ എപ്പോഴും അദ്ദേഹം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബെന്നിച്ചേട്ടൻ. ബെന്നിച്ചേട്ടൻ ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ നമ്മുടെ കോട്ടയത്തിന്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകൾ, ഞാൻ പ്രത്യേകം ഒന്നും പറയേണ്ട കാര്യമില്ല. പുതുപ്പള്ളിയുടെ എല്ലാ ദുഃഖങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും നമ്മളോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ എല്ലാവരുടെയും നേതാവ്, കോട്ടയത്തിന്റെ വികസന നായകൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഞാൻ ഈ യോഗത്തിലേക്ക് ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ശിവദാസൻ നായർ MLA ഉമ്മൻചാണ്ടി സാറിന്റെ സന്തത സഹചാരിയായിരുന്നു. ഞാൻ വളരെ നേരത്തെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേർന്നു. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി മറിയാമ്മ ഉമ്മനും അതുപോലെ തന്നെ ഞാൻ സാറിന്റെ പുത്രി മറിയ ഉമ്മനും ഇവിടെയുണ്ട്. ഇരുവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി, നമ്മുടെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് നമ്മളോടൊപ്പം എപ്പോഴും പുതുപ്പള്ളിയിൽ ഉള്ള നമ്മുടെ സഹപ്രവർത്തകനാണ്. ഞാൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സന്തോഷ് സൊള്ളാനി, ദീർഘകാലം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഷിക്കാഗോ ചെയർമാനായിരുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അമേരിക്കയുടെ കോർ കമ്മിറ്റി അംഗമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി, ഈ നിയോജക മണ്ഡലത്തിൽ അയർക്കുന്നം സ്വദേശിയായ ശ്രീ ജോർജ് തേരമ്പള്ളിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതുപ്പള്ളി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾസ് പ്രിൻസിപ്പൽ, ഭാരതീദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD നേടിയ ശ്രീമതി P. ജയലക്ഷ്മി ടീച്ചറിനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടകം സുരേഷ് ഇവിടെ എത്തിച്ചേരും. ഞാൻ സ്വാഗതം ചെയ്യുന്നു. UDFന്റെ നിയോജക മണ്ഡലം കൺവീനർ ശ്രീ കുഞ്ഞു പുതുശ്ശേരിയെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ശ്രീ KB ഗിരീശൻ, ശ്രീ KK രാജു എന്നിവരെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കം ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഈ നിയോജക മണ്ഡലത്തിലെ 8 മണ്ഡലങ്ങളിലെ കോർഡിനേറ്റർമാരും ശ്രീ E. K. പ്രകാശൻ അടക്കം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസം സ്കോളർഷിപ്പിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന NK ഋഷിരാജൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. OC ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സെക്രട്ടറി ശ്രീ ഹരികേശിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ശ്രീ ജി പാലക്കലോടി അടക്കം ശ്രീ ബാബു കേക്കറെ അടക്കമുള്ള മറ്റ് നേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂരോപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സുധാകുര്യൻ അടക്കമുള്ള എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മുടെ സഹപ്രവർത്തകന്മാരുണ്ട്, അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എടുത്തു പറയുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകുന്ന ബഹുമാന്യായ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ സമ്മേളനത്തേക്ക് നിറഞ്ഞ മനസ്സോടുകൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ഏറ്റവും പ്രിയങ്കരനായ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെയും 20 വീടുകളുടെയും അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെയും വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന സുപ്രീം കോടതിയുടെ ആദരണീയനായ മുൻ ജസ്റ്റിസ് കെ ടി തോമസ് അവർ, പ്രിയപ്പെട്ട എൻ്റെ അമ്മ, പ്രിയപ്പെട്ട എൻ്റെ പിതാവിൻ്റെ 2 അടുത്ത സഹപ്രവർത്തകർ, പ്രിയങ്കരനായ ബെന്നി ബെഹനാൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്, 2 പേരും ഇന്ന് നമ്മുടെ മുഖ്യാതിഥികളായി ഇന്ന് നമ്മുടെ ചടങ്ങിന് പങ്കെടുക്കുകയാണ്. പ്രിയപ്പെട്ട പത്തനംതിട്ടയുടെ നേതാവ് ശ്രീ ശ്രീവാസൻ നായർ അവർ, പ്രിയപ്പെട്ട ജോഷി ഫിലിപ്പ്, ശ്രീ ഫിൽസൺ മാത്യു, KPC ജനറൽ സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് ഷൊലാനി, ശ്രീ ജോർജ് തേരമ്പള്ളി, കർണാടക പ്രദേശ് സെക്രട്ടറി, പ്രിയപ്പെട്ട ശ്രീമതി പി ജയലക്ഷ്മി ടീച്ചർ, പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞുപശ്ശേരി, ശ്രീ KB വിനീഷൻ, ശ്രീ KK രാജു, മണ്ഡലം പ്രസിഡന്റുമാർ, കോർഡിനേറ്റർമാർ, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ, പ്രിയപ്പെട്ട NK ഋഷിരാജൻ സാറ്, വിദ്യാഹസ്തം സ്കോളർഷിപ്പ് കോർഡിനേറ്റർ, ആദരണീയനായ പുതുപ്പള്ളി പള്ളി. നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഈ സ്കോളർഷിപ്പിന് സ്ഥലം വിട്ടുവരുന്ന പള്ളിയാണ്. നമുക്ക് ഏറ്റവും സ്ഥലവും ഉള്ളത് ഇവിടെയാണ്. ആ പള്ളിയുടെ ഏറ്റവും ആദരണീയനായ, സ്നേഹസമ്പന്നനായ, വളരെ സൗമ്യനായ വികാരി പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ ആൻഡ്രൂസ് ടി ജോണച്ച്, പ്രിയപ്പെട്ട ഹരികേഷ്, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എൻ്റെ പിതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങാണ്. വലിയ നീണ്ട പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, കാരണം നിങ്ങൾക്കെല്ലാം വീടുകൾ തിരിച്ചു പോകേണ്ടതാണ്. വൈകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. വളരെ നന്ദിയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2 വർഷക്കാലം MLA ആയതിനു ശേഷം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. എൻ്റെ പിതാവിനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചു എന്ന് വെളിവാക്കുന്ന 2 വർഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ 2 വർഷവും ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക്, സ്നേഹത്തിന്, കരുതൽ അദ്ദേഹം ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാത്ത വിധം നിങ്ങൾ ഞങ്ങളെ സ്നേഹം കൊണ്ട് മൂടി. അതുകൊണ്ട് നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് നമുക്ക് അതിഥികളായി 4 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒന്ന് KT തോമസ് സാർ. അദ്ദേഹവും എൻ്റെ പിതാവുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം ഞാൻ ഇന്നും ഓർത്തെടുക്കുക. ഞങ്ങൾ ഒരുമിച്ച് 98-ൽ ഒരു യാത്ര അമേരിക്കയിലുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സമയം ഒരു മാസക്കാലത്തോളം ഒരുമിച്ചായിരുന്നു യാത്ര. ആ ഓർമ്മകൾ ഇന്നും നിൽക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധം എൻ്റെ പിതാവുമായിട്ടുണ്ടായിരുന്ന KT തോമസ് സാർ തന്നെ ഇന്ന് നമ്മളോടൊപ്പം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, 3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ MP. ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നെക്കാട്ടി കൂടുതൽ സ്നേഹത്തോടെ എൻ്റെ പിതാവ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് ജർമ്മനിയിൽ പോകുമ്പോൾ. ഞാനും ആലോചിച്ചു, ഇത് എന്നെ മറന്നോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ഒരു സ്നേഹം, എപ്പോൾ പോയാലും വിളിക്കുന്ന അങ്ങനെയായിരുന്നു.
അതുപോലെ തന്നെ വർഷങ്ങൾ നീണ്ട ബന്ധം, ആ ബന്ധത്തിന്റെ തുടർച്ച ഇന്നും കാണാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷം. അതുപോലെ തന്നെയാണ് തിരുവഞ്ചൂർ സാർ, കോട്ടയത്തിന്റെ ജനനായകൻ, ഈ ജില്ലയെ മുഴുവനുള്ള കോൺഗ്രസ് പാർട്ടിയെ കരുത്തോടെ നയിക്കുന്ന കേരളത്തിന്റെ ആകെ സ്വന്തമായിട്ടുള്ള തിരുവഞ്ചൂർ സാറ്. ആ സാറ് നമുക്ക് പുതുപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിത്വമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലും അദ്ദേഹത്തിന്റെ ഗൈഡൻസിലുമാണ് ഞാൻ പലതവണ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കരുണാരണ പിന്തുണ ഈ പുതുപ്പള്ളിക്ക് എന്റെ പിതാവിന്റെ മരണശേഷം ലഭിച്ചത്. അതുപോലെ തന്നെ ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കും, എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അതിനകത്ത് ഒരു സാന്ത്വനമായി അല്ലെങ്കിൽ ഒരു കരുതലായി എന്നും അദ്ദേഹം ഉള്ളത് ഈ അവസരത്തിൽ ഓർത്തെടുക്കുക. അതുപോലെ തന്നെയാണ് ശിവാസൻ നായർ സാർ. അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ അസംബ്ലിയിൽ സധൈര്യം നിന്നൊരു കേസ് വരെ നേരിട്ട വ്യക്തിയാണ് ശ്രീ ശിവാസൻ നായർ. അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഏതൊരു കാര്യത്തിലും ഉമ്മൻചാണ്ടി പറയുന്നതിനപ്പുറം ഒരു തീരുമാനം എടുക്കാത്തൊരു നേതാവിന്റെ പേരാണ് ശ്രീ ശിവാസൻ നായർ. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു, നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ആദരിക്കുന്ന 4 പ്രധാനപ്പെട്ട ആൾക്കാർ. പ്രിയപ്പെട്ട ജോഷ്യാൻ, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹമാണ് ഡയറക്ഷൻ. ഈ ഒരു പേര് ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇടാൻ പേരിട്ടത് പോലും ജോഷി ഫിലിപ്പാണ്. അദ്ദേഹത്തെ നമ്മൾ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിന്റെ പേരിൽ ഇവിടെ ആദരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ഫിൽസൺ മാത്യു. ഇവിടെ നമുക്കറിയാം, എൻ്റെ പിതാവിനോടൊപ്പം പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് ജില്ലാ പഞ്ചായത്തിലെ അംഗവും ഒക്കെയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നേതാവ്. അദ്ദേഹവും നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും സഹകരണവും തരുന്ന നേതാവാണ്. അദ്ദേഹത്തെയും KPCC ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിന് സന്തോഷത്തിലാണ് നമ്മളിവിടെ അദ്ദേഹത്തെ ആദരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് ചൊല്ലാനി, അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരുടെ ഒരാളാണ്. അമേരിക്കയിലുള്ള ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും സന്തോഷേട്ടൻ വന്ന് നമ്മളോടൊപ്പം നിൽക്കും. എന്തൊരു കാര്യം പറഞ്ഞാലും അതിനകത്ത് സജീവമായി ഇടപെടും. അങ്ങനെയുള്ള സന്തോഷേട്ടനെ ഏറ്റവും മികച്ച പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുള്ള ആത്മാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ആദരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് ശ്രീ ജോർജ് തേരമ്പള്ളി. അദ്ദേഹത്തെയും സ്നേഹത്തോടെ ഇവിടെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടുകാരനാണ്, അയർക്കുന്നക്കാരനാണ്. അദ്ദേഹം കർണാടകത്തിൽ പോയി PCCയുടെ സെക്രട്ടറിയായി അവിടെ അധിക സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും നമ്മൾ ആദരിക്കുന്നു. ഇവിടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, നന്ദി പറയുന്നു. നമുക്കറിയാം, എന്നെ ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ശ്രീ ഉമ്മൻചാണ്ടി. നിങ്ങളാരും മറക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നവരും ആ ഒരു സ്നേഹത്തിലാണ്. നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരിയും വേദിയിലുണ്ട്. ഞങ്ങൾ കുടുംബമായി, എൻ്റെ മാതാവ് രാവിലെ തിരുവനന്തപുരത്തായിരുന്നു. ഞങ്ങൾ കാരണം വർഷങ്ങളായി എൻ്റെ പിതാവും മാതാവും തിരുവനന്തപുരത്തെ പള്ളിയിലാണ് പോയി കുർബാന കൂടുന്നത്. അതുകൊണ്ട് അമ്മ പറഞ്ഞു തിരുവനന്തപുരത്ത് പള്ളിയിൽ പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അവിടെ പോയത്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് മറ്റൊരു ഡയാലിസിസ് കിറ്റ് വിതരണവും കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഇന്ന് 3-4 പരിപാടികൾ വേറെ ഉണ്ട്. അതാണ് അല്പം ഞാൻ വൈകിയത്. നിങ്ങൾക്കറിയാം, നമ്മുടെ മണ്ഡലത്തിൽ രാമലക്ഷ്മണ ക്ഷേത്രം ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടെയൊക്കെ കല്യാൺ ജുവലേഴ്സ് 15 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ചടങ്ങ് അതുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ സ്പോർട്സ് ഹബ്ബാക്കി പുതുപ്പള്ളിയെ മാറ്റുക. അതിന്റെ തുടക്കം എന്ന നിലയിൽ ഇന്ന് തന്നെ IHRDയിൽ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനവും നടന്നു. എന്റെ ഫണ്ടിൽ നിന്ന് 14 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് അത് നടന്നു നിൽക്കുന്നത്. നാളെ 67 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് വാകത്താനത്ത് ഒരു കുളം നവീകരിക്കുകയാണ്. കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാനുള്ള കുളം. ആ കുളം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും സ്പോർട്സിന്റെ ആക്ടിവിറ്റീസ് കൂടുതൽ വരും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പൂരോപ്പടയിൽ ഒരു ഫുട്ബോൾ ടർഫ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്പോർട്സ് ആക്ടിവിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡ്രഗ്സ് ആണ്. ആ ഡ്രഗ്സ് നമ്മുടെ വീട്ടുമുറ്റത്തെത്തി നിൽക്കുകയാണ്. ആ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം എങ്ങനെയാ? ആ പോരാട്ടം സ്പോർട്സ് വഴി എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. കഴിഞ്ഞ 2 വർഷമായി നമ്മൾ ശ്രമിക്കുന്നതും സ്പോർട്സ് വഴി അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുവാനാണ്. തീർച്ചയായിട്ടും എൻ്റെ പിതാവ് എന്നും നിലകൊണ്ടിട്ടുള്ളത് മാറ്റത്തിന് വേണ്ടിയാണ്. ഈ സംസ്ഥാനത്തിന്റെ മാറ്റത്തിന് വേണ്ടി, ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി, പുതുപ്പള്ളിയുടെ മാറ്റത്തിന് വേണ്ടി, പുതുപ്പള്ളിക്ക് വേണ്ടി അദ്ദേഹം തലപ്പാടി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. കോവിഡിന്റെ എല്ലാ ടെസ്റ്റും നടത്തിയത് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ലാബിലാണ്. എനിക്ക് സർക്കാരിനോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്ന് നടപ്പിലാക്കി തരണം. ഇപ്പൊ പക്ഷേ കഴിഞ്ഞ ദിവസം
സിവിൽ സ്റ്റേഷൻ ആക്കിയതുപോലെ ആകരുതെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ ദുഃഖമുണ്ട് പറയാൻ. എൻ്റെ പിതാവിനെ കല്ലെറിഞ്ഞ ദിവസമാണ് ഒക്ടോബർ 27. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേ 27 ഇവിടെ ഒരു ഉദ്ഘാടനം നടന്നു, പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷൻ്റെ. അതുപോലെ ഞങ്ങളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കരുത്. പണി പൂർത്തിയാക്കി, പണി തുടങ്ങി, പണി പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ പേരോ 6 പേര് വേണം ഇട്ടു, ഒരു പ്രശ്നമില്ല. പക്ഷെ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിന് പൂർത്തിയാക്കി തരണം എന്നുള്ള അഭ്യർത്ഥന സർക്കാരിനോട് എനിക്ക് പറയാം. പക്ഷെ പറയാനുള്ളത്, ചിലർക്ക് ഇന്നും പേടിയ ഉമ്മൻചാണ്ടിയുടെ പേരിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് ഇതേപോലത്തെ തരംഗം വെച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ കല്ലെറിയുവാൻ വേറെ വഴിയില്ല, ആളില്ലാത്തതുകൊണ്ട് കല്ലെറിയാൻ മേല. അതുകൊണ്ട് വേറെ തരത്തിലുള്ള കല്ലേറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കല്ലേറ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇത് ഒരു പുതുമയില്ല. പലതവണ ആക്രമിച്ചിട്ടുണ്ട്, ഇനിയും ആക്രമിക്കും. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന സ്വഭാവമുള്ളവർ ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, പക്ഷെ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിന് വളരെ വേദനിപ്പിച്ചു. കാരണം ആ ഒരു പണി തീരാത്ത സിവിൽ സ്റ്റേഷന് അദ്ദേഹത്തിന്റെ പേരിടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു മകനെന്ന നിലയിലാണ് എനിക്ക് ആ വിഷമം വന്നത്. അതുകൊണ്ടാണ് ഞാനൊരു സമരം അവിടെ പോയി ചെയ്യേണ്ടി വന്നത്. ഈ അവസരത്തിൽ ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാ കുട്ടികൾക്കും ഇതൊരു അഭിമാന നിമിഷമാണ്. കാരണം നിങ്ങൾക്ക് പ്രോത്സാഹനം എന്ന നിലയിലാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഈ ഒരു ചെറിയ ഒരു സ്കോളർഷിപ്പ് തരുന്നത്. നാളത്തെ നേതാക്കളായി നിങ്ങൾ മാറണം. കേരളത്തിന്റെ, സംസ്ഥാനത്തിന്റെ മാത്രം രാജ്യത്തിന്റെ, ലോകത്തിന്റെ നേതാക്കളായി മാറാൻ വേണ്ടിയുള്ള ചെറിയൊരു പ്രോത്സാഹനം. ആ പ്രോത്സാഹനം നിങ്ങൾ നല്ല രീതിയിൽ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ്ഹിന്ദ്, ജയ്വാൻ. പ്രിയപ്പെട്ട KT തോമസ് സാറ് ഈ സമയം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഇരുന്നു കൊണ്ട് അദ്ദേഹം സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരും, യശശരീരനായ ഉമ്മൻചാണ്ടിയുടെ സ്മരണയെ നിലനിർത്തുന്നതിന് ദീർഘകാലത്തേക്ക് തലമുറകൾ കഴിഞ്ഞാലും ആ സ്മരണ ആരും മറക്കാതിരിക്കുന്നതിന് ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനത്തിന് എനിക്ക് കിട്ടിയ ഈ ഒരു അവസരം ഒരു പദവിയായി ഞാൻ കണക്കാക്കുകയാണ്. ഒക്ടോബർ മാസം ഒരു പ്രത്യേക മാസം. ഒക്ടോബർ ആരംഭിക്കുന്നത് കേൾക്കാമല്ലോ. ഒക്ടോബർ ആരംഭിക്കുന്നത്, അതായത് ഒക്ടോബർ 2-ാം തീയതി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഒക്ടോബർ അവസാനിക്കുന്നത് ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം. അതോടുകൂടെ ഒക്ടോബർ 31-ാം തീയതി തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ജന്മദിനം ആഘോഷിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ എനിക്കറിയാവുന്നതിനേക്കാൾ നേരത്തെ അറിയുന്ന ആൾക്കാർ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. ഉമ്മൻചാണ്ടി പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൻ്റെതാണ്. പുതുപ്പള്ളി നിയോജകമണ്ഡലം ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ കൈവിട്ടിട്ടില്ല. ആ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഫൗണ്ടേഷൻ ഇവിടെ ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പരിപാടികളെല്ലാം ഞാൻ വായിച്ചിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ നടത്താൻ പോകുന്ന പരിപാടികൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് സാധിക്കാൻ ഇടവരട്ടെ. എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് മറിയാമ്മ ഉമ്മനും ചാണ്ടി ഉമ്മനും അകൈരവമായ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടും ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ആദരണീയനായ നമ്മുടെ മുഖ്യാതിഥി ശ്രീ ബെന്നി ബെഹനാൻ MP അവർ നമ്മളോട് സംസാരിക്കും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയമായ ബഹുമാനമായ ജസ്റ്റിസ് KT തോമസ്, പ്രിയയായ നമ്മുടെ ചേച്ചി
പ്രത്യേക വിശിഷ്ട വ്യക്തികൾ ഈ സദസ്സിലുണ്ട്. വേദിയിലും വേദിയിലും സദസ്സിലുള്ള അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികൾ ചെറുതാക്കും ഈ മഹാസഭയിൽ നമ്മളെല്ലാം മനസ്സിലാക്കി ഞാൻ വന്ന് എടുത്തിട്ട് പോയതാ.